അപ്പോൾ 86,400 രൂപ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടാവും അല്ലേ? എല്ലാ ദിവസവും വരുന്നുവെങ്കിൽ അത് അന്ന് തന്നെ വിഡ്രോ ചെയ്തു പോകും. അന്ന് ഉപയോഗിച്ചില്ലെങ്കിൽ എന്തായാലും നമ്മൾ ഓടിക്കിതച്ച് അത് ഉപയോഗിക്കും. ഇതാണ് മാനേജ്മെന്റിൽ 86400 തിയറി എന്ന് പറയുന്നത്. 86400 റൂൾ. ഓരോ ദിവസവും 86,400 സെക്കൻഡാണ് നമുക്ക് ലഭിക്കുന്നത്. ലോകപ്രശസ്തനായ ലൂയി പാസ്റ്റർ തൻ്റെ ലബോറട്ടറിയിലെ ക്ലോക്കിന് ചുവട്ടിൽ എഴുതി വെച്ചത് സമയം പോകുന്നു, അത് തിരിച്ചു വരുന്നില്ല എന്നാണ്. നമ്മുടെ സമയം ഒരിക്കലും പോയ സമയം തിരിച്ചു വരുന്നില്ല. 86,400 സെക്കൻഡ് ഒരു ദിവസവും കിട്ടുന്നത് ടൈം ഈസ് മണി, പണത്തെക്കാളും വലുത് സമയമാണ്. ആ സമയം കൊണ്ടാണ് നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കുന്നത്. ഈ സമയത്തെ നാം പാഴാക്കിയാൽ അതൊരിക്കലും തിരിച്ചു വരികയില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിലാകണം നമ്മുടെ സമയം. സമയം പഠിപ്പിച്ച ഒരു മതമാണ് ഇസ്ലാം. ടൈം മാനേജ്മെന്റ് സൂറത്തുൽ മുസമ്മിൽ എന്ന് പറയുന്ന ഒരു അധ്യായത്തിൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മസ്ജിദിന്റെ താഴികക്കുടത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഒരു അധ്യായം സൂറത്ത് മുസമ്മിലാണ്, മറ്റൊന്ന് സൂറത്തുൽ ഫത്ഹാണ്. സൂറത്തുൽ മുസമ്മിൽ പഠിപ്പിക്കുന്ന ആ ടൈം, രാത്രി എന്തിനുപയോഗിക്കണം, പകൽ എന്തിനുപയോഗിക്കണം, എത്ര സമയം ഉറങ്ങണം, എത്ര സമയം വിശ്രമിക്കണം, എത്ര സമയം അധ്വാനിക്കണം എന്ന്. നമ്മുടെ രാത്രി സമയങ്ങൾ ഇപ്പോൾ യൂറോപ്യന്മാരുടെയും അതുപോലെ മിഡിൽ വെസ്റ്റിന്റെയും ഒക്കെ സ്വാധീനം നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന് നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞ് പുതിയ വൈബുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ യുവതയുടെ ആരോഗ്യത്തെ കെടുത്തുന്നു, മനസ്സ് തകരാറാക്കുന്നു, നമ്മുടെ ഭാവിയുടെ, നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയിലുള്ള സമ്പത്തിനെയും അത് ബാധിക്കുന്നു. താൽക്കാലികമായി നമ്മുടെ ഉപ്പിലിട്ടതിന്റെ കച്ചവടം ജോറാകുന്നുണ്ടെങ്കിലും ഭാവിയിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ വലിയ സാമ്പത്തിക സ്രോതസ്സുകളാണ് അതിലൂടെ നശിക്കുന്നത് എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നാം വളരെ ഗൗരവപൂർവ്വം ഓർത്തുകൊണ്ട് സമയത്ത് ചിലവഴിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് ഉറപ്പെടുത്താനുള്ളത്. ഹാമീം പറയനാട് അല്ലേ, പറയങ്ങാട്ടിൽ ഹാമീം വലിയ വാണിജ്യ വ്യാവസായിക രംഗത്ത് നല്ല ഒപ്പുകൾ ചേർത്തിട്ടുള്ള വ്യക്തിത്വമാണ്. നമ്മുടെ ദീനിന്റെയും പ്രസ്ഥാനത്തിന്റെയൊക്കെ വലിയ സഹായിയാണ്. അൽഹംദുലില്ലാഹ്, ആ കുടുംബവും കൂട്ടുകാരും എല്ലാം നമ്മുടെ നാടിന്റെ സാമൂഹിക മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രവർത്തകരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാമീം സാഹിബിന്റെയും കുടുംബത്തിനും വലിയ ബറക്കാത്തുകൾ ചൊരിയട്ടെ. സുഹൃത്തുക്കൾക്കും നമുക്കെല്ലാം അല്ലാഹു ബറക്കാത്തുകൾ ചൊരിയട്ടെ. നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരട്ടെ, രോഗികൾക്ക് ശിഫ തരട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ സദസ്സിൽ വന്നിട്ടുള്ള മുഴുവൻ അതിഥികൾക്കും അല്ലാഹു ഖൈറും ബറക്കത്തും ചൊരിയട്ടെ, കാരുണ്യങ്ങൾ വർഷിക്കട്ടെ. വിശുദ്ധ റമളാനിന്റെ അനുഗ്രഹീതമായ സമയങ്ങൾ നമ്മിൽ അവശേഷിക്കുന്ന ഓരോ നിമിഷങ്ങളും നന്മയുടെ വഴിയിൽ ചെലവഴിക്കാൻ അല്ലാഹു നമുക്കെല്ലാം സഹായമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് അബ്സീനിയയിൽ നിന്നുള്ള അതിഥി ഖുർആൻ പാരായണം ചെയ്തു. അദ്ദേഹമാണ് എല്ലാ ദിവസവും റമളാൻ മാസത്തിൽ ഇവിടെ നമുക്ക് വാങ്ക് കൊടുക്കുന്നത്. പല നാട്ടിൽ നിന്ന് വന്ന ആളുകൾ ഒരു തളികയ്ക്ക് ചുറ്റുമിരുന്ന് പരിചയപ്പെട്ട് ഒരേ പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഒരേ മസ്ജിദിൽ നിസ്കരിച്ച് പുതിയ സൗഹാർദ്ദങ്ങൾ ഉണ്ടാക്കി. അൽഹംദുലില്ലാഹ്, ഈ ഒരു അവസ്ഥ അല്ലാഹു തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. നീണാൾ വാഴട്ടെ, ദീർഘകാലം ഇത് തുടരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു.